പോയിട്ട് വരാം. ഓക്കെ. മരിച്ച കാണാം. ഒന്ന് ക്ലിക്കായ പിന്നെ വീണ്ടും അങ്ങനെയൊക്കെയാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. പിന്നെ അപ്പോൾ നമ്മളിന്നൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ശരത്തേട്ടൻ്റെ അമ്മായിയുടെ മോള് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാമെന്ന്. പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? പിന്നെ വീക്കിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഓരോ തിരക്കാണ്, ഫുള്ള് തിരക്ക്. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തണം വീഡിയോ ഇടാൻ. അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അല്ലേ? അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ വരുന്നില്ല. ഇല്ല, ഇവിടെ കുറച്ച് വർക്ക് ഉണ്ട്. അതെ, അച്ഛൻ കുറച്ച് തിരക്കിലാണ്. നിങ്ങൾ പോയിട്ട് വരൂ കേട്ടോ. ഓക്കെ, എന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ശരത്തേട്ടാ, ഒരു കുക്കിംഗ് വ്ളോഗൊക്കെ കഴിഞ്ഞ് ശരത്തേട്ടൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. യെസ്, ഇന്ന് ഗ്രഹനാഥന്റെ റോൾ എനിക്കാണ്. കുട്ടികളൊക്കെ സംരക്ഷിക്കണം. എവിടേക്ക് പോകണമെന്നറിയില്ല. സസ്പെൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപർണക്കുട്ടി വരും. ഒരു ഇൻട്രോവേർട്ടിനെ കാട്ടി തരാം. ഇതാണ് നമ്മളുടെ അമ്മായിയുടെ മോള് അപർണ. ആള് കൊച്ചിയിലായിരുന്നു, ഇപ്പോൾ ഇടയ്ക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താ പറയാ, ഒരു ഹായ് പറ. ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈഷാണ് ഇന്ന് എവിടേക്കോ കൊണ്ടുപോവാന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെ അതെ, പൈസയൊന്നുമില്ല. വൈഷു നമ്മളെ ഏതൊരു ഫുഡ് കോർട്ടിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വൈഷുവിന്റെ ചെലവാണ്. ഓക്കെ, സ്പോൺസർ ശരത്തേട്ടനാണ്. ശരത്തേട്ടൻ പറയുന്നത് ഇത്രയും സ്പോൺസർ ചെയ്യാനുള്ളൊരു ആകാംക്ഷയുള്ള കുട്ടീനെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അത്ര ക്യാഷ് ഉണ്ടോ തങ്ങളുടെ അടുത്ത്? അപ്പൊ നമുക്ക് ഇറങ്ങാം. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട്. അതെ, പട്ടിണി പാവങ്ങളാണ് ഗൈസ്. അല്ല, എങ്ങനെ പോകുന്നത്? രണ്ട് ബൈക്കുണ്ട്. രണ്ട് ബൈക്കിൽ നമുക്ക് നൈറ്റ് ഡ്രൈവ് ഒന്ന് എൻജോയ് ചെയ്യാം. യെസ്, അപ്പോ ഓക്കെ, കം ലെറ്റ്സ് ഗോ. പവറാണ്, പറക്കും. അപർണ ശ്രദ്ധിച്ച് പിടിച്ചിരുന്നോളൂ. അപ്പൊ ബൈ. ശരത്തേട്ടൻ വണ്ടി എടുത്തു. അല്ല, ഞാൻ പിടിക്കേണ്ടി വരും. എന്താ പിടിക്കുന്നത്? അയ്യേ, ഒരു വണ്ടി വഹിക്കാൻ അയ്യ. എന്നിട്ടാണ് അയ്യേ പെണ്ണ് കെട്ടി ശരത്തേട്ടാ. എന്ത് ബാഗ്? ബാഗോ? എന്താ സിസ് ബാഗോ? കുറേ ദിവസമായില്ലേ വീട്ടിലിരിക്കുന്നു. അതെ, കുറേ ആയില്ലേ നമ്മൾ പുറത്തേക്ക് പോവാറില്ല. ഒന്നാമത് അതിസാഹസികമായ പ്രവർത്തി കൊണ്ട് അതിൽ നല്ല അണലിക്കുട്ടിയാണ് ഗൈസ്. യെസ്, അയ്യോ ആകെ പാമ്പിന്റെ പേടി. എന്താ പേര്? അപ്പൊ നമ്മള് ഫൈനലി ഷോപ്പിലെത്തിയിട്ടുണ്ട്. സിംഗിൾ പ്ലേറ്റ് ആണ്. സിംഗിൾ പ്ലേറ്റ് എത്രയാ? കാളയോ? കാളയൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. മരിച്ച കാള. എന്താ കുട്ടി കാളയൊക്കെ വാങ്ങുന്നത്? വെറൈറ്റി ആണ്, അടിപൊളി. അതെ, ഇവിടെ മിനിമം വന്ന് ആംപ്ലേറ്റ് അടിക്കണം. പക്ഷെ നമ്മളിപ്പോൾ കഴിക്കില്ല ആംപ്ലേറ്റ്. നമുക്ക് മറ്റേ നോമ്പ് കഴിഞ്ഞിട്ട് വൈശാഖിന്റെ വക തന്തൂരി ഉണ്ട് ഗൈസ്. അതെ, ഒരു ബെറ്റ് വെച്ചതാണ്, പാളിയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഒരു നീ വരണം കേട്ടോ. പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള അവസ്ഥ. വൈശു നൂഡിൽസ് ആണ് കഴിക്കുന്നത്. അല്ലല്ല, ഞാൻ കാളാണ്. ആണ് കാളൻ. ഞാൻ ഇത് കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും.
ടേസ്റ്റ് ചെയ്യാം. ഇത് നൂഡിൽസ്, ഞാനും ശരത്തേട്ടനും ഒരു നൂഡിൽസ് നിന്ന് കഴിക്കും. സൂപ്പർ. ചേട്ടാ ഒരു നൂഡിൽസും കൂടി തരുമോ? ഞാൻ പറഞ്ഞല്ലേ നൂഡിൽസ് ഓർഡർ ചെയ്യാൻ. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്പോട്ടിലേക്ക് വരുന്നത്. എവിടെയാണ് സ്ഥലം? നമ്മുടെ തൊട്ടടുത്ത സ്റ്റോപ്പാണ് 19 മൈൽ ഒറ്റപ്പാലം. ഒറ്റപ്പാലം പോകുന്ന വഴി. സൂപ്പർ. ഒന്നും പറയാനില്ല. ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം. വൈഷ് ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രൈഡ് റൈസ് കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ കാളനും നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. നോണുണ്ട്, ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ വെജാക്കി. ഇനി നോൺ ഞങ്ങൾ വേറെ ദിവസം ട്രൈ ചെയ്യാം. ശരി, അതൊന്ന് ക്ലിക്കായി. വിഷു അപർണ സംസാരിക്കില്ല ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ടോ അല്ലേ? ചേർത്തേടെ പാനിപ്പൂരിയും കൂടി ട്രൈ ചെയ്യാണ്. അങ്ങനെയുണ്ട്. സൂപ്പർ. അങ്ങനെയുണ്ട് ഫുഡ്. ദോശ കഴിക്കാം. എങ്ങനെയുണ്ടായിരുന്നു അപർണ കുട്ടി? അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ അല്ലേ? ഒന്നും പറയാനുള്ള. സൂപ്പർ നൂഡിൽസും കാളനും സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. വീട്ടിൽ കുറച്ച് പാഴ്സൽ വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് ഉണ്ട്. ദോശ ഉണ്ടാക്കണം. പിന്നെന്താ, ദോശ ഉണ്ടാക്കണം. നമ്മൾ ഇനി അടുത്തത് നമ്മൾ കുക്കിംഗ് പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഗൈസ്. ഇന്നും പുതിന ചട്നി. പുതിന ചട്നിയിൽ എക്സ്പേർട്ടാണ് ശരത്തേട്ടൻ. ഞാൻ ഒരിക്കലും ശരത്തേട്ടനെ കുക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ ശരത്തേട്ടൻ്റെ സ്വമേധയാ ഇഷ്ടപ്രകാരമാണ് ഉണ്ടാക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? അതിന് മേജർ നമുക്ക് പുതിന വേണം. അതെ, കുറച്ച് മല്ലിയില, ഉള്ളി, പിന്നെ ഉഴുന്ന് കുറച്ച്. അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കണം. അവരുടെ ഡ്രസ്സൊക്കെ മാറിട്ടോ. നല്ല കുട്ടിയാണ്. അതെ, ഇല മാത്രം എടുത്തതിന്റെ. അപ്പോൾ ശരത്തേട്ടൻ ചമ്മന്തി ഉണ്ടാക്കും, നമ്മൾ ദോശ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കാൻ സമയമുണ്ട്. പെട്ടെന്ന് നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് ചുടുക്കനെ കഴിക്കാം അല്ലേ? അതല്ല അതിന്റെ രസം. പിന്നെ അതെ, അപ്പൊ നമുക്ക് ചെറിയ തരാം. തേങ്ങ ചെറിയ തരാം. ഓക്കെ, നമുക്ക് കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. പുറത്ത് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങുന്നത്. വെളിച്ചെണ്ണ. ഓക്കെ, അപ്പം നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അപ്പം നമുക്കൊരു പുതിന ചട്നി ഇന്ന് തയ്യാറാക്കാം. മല്ലിത്തല, ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന ഉള്ളി, മുളക്, ഇതിലേക്കോളം വരുന്ന പുളിങ്കുരു അല്ല, പുളിക്കുരു അല്ല, 3 വെളുത്തുള്ളി. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ. ഹായ്. അപ്പം അമ്മായി എൻ്റെ ശരത്തേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ദോശ പരിപാടിക്ക് കിടക്കാൻ പോവാണ്. ശരത്തേട്ടൻ പുതിന ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മൾ കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ. മിൽമയുടെ ഗീ ദോശ ഉണ്ടാക്കാം. നെയ് ദോശ നെയ്യിട്ടുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്ക് ഫൈനലി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇതിങ്ങനെ എടുക്കാം. അടിപൊളി. ശരത്തേട്ടൻ്റെ പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പം നമുക്ക് അതെ, നമുക്ക് ഇതും കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ദോശ കഴിക്കണം, പിന്നെ ക്ലാസ് ഉണ്ട്, ക്ലാസ് കാണണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും